ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആയിട്ട് വുമൻസ് ഡേ ആയിട്ട് രാവിലെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ് നാലാളും കൂടിയിട്ട്. ഇവിടെ നമ്മുടെ വീടിന് ഒരു 10-20 മിനിറ്റ് ഡ്രൈവിൽ ഒരു ബേർണം ബീച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വുഡ്സ് ഉണ്ട്. നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ് ഫാമിലി വാക്ക്. അതാ ഒരു രണ്ടാളും അവിടെ നിൽക്കുന്നുണ്ട്. ഏട്ടന് സെൽഫി എടുക്കും. Me and you lost the race down the hill and then do it there. അവർ ആ വഴി പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഈ വഴിയാണ് പോകുന്നത്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കണ്ടുമുട്ടുമെന്ന് നോക്കാം. ദൈവത്തിനറിയാം കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. ഇത് സിറ്റി ഓഫ് ലണ്ടൻ്റെ പ്രോപ്പർട്ടിയാണിത്. Look at this artwork. ഇത് മനുഷ്യൻ്റെ മുഖമാണോ? അല്ലല്ല, എന്തോ ഇതല്ലേ ഇത്? സ്പൈഡർ എന്തൊരു ഇത് സ്പൈഡറാണ്. അവരിങ്ങോട്ട് ഓടിപ്പോണ്ടിട്ടോ. ദൈവത്തിനറിയാം എനിക്കാണോ അവിടേക്ക്. വുമൻസ് ഡേ ആയിട്ട് എന്നാ പറയാനുള്ളത്? വുമൻസ് ഡേ ആയിട്ട് ഇന്ന് മാത്രമല്ല, ഈ ഒരു ദിവസം വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുക. എന്നിട്ട് അന്ന് കുറേ ഭാര്യനെയും കുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളെയും ഒക്കെ ഭയങ്കര പുകഴ്ത്തുക, അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരിക്കലും. വുമൻസ് ഡേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ എന്നും റെസ്പെക്റ്റ് ചെയ്യുക, സ്ത്രീകളുടെ വാല്യൂ എല്ലാവർക്കും മനസ്സിലാവുക, നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് ഉണ്ടാവുക, ആ ഒരു സ്നേഹം തരിക, ആ കരുതലുണ്ടാവുക, അതൊക്കെ തന്നെ മതി നമുക്ക്. മോർണിംഗ്. അപ്പൊ നിങ്ങൾ ആ വഴി വന്നില്ലേ? You guys were waiting for us to come that way. We came round. You guys. Guys, it's a pond restoration. വെതറുമാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ ഒന്ന് നടക്കാൻ പോകാന്ന് പറയുമ്പോൾ ശരിക്കും മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു റിഫ്രഷ്മെൻ്റ് ആട്ടോ. എനിക്ക് എസ്പെഷ്യലി ഈ ചെടികളുടെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷമാണ്. മേ ബി ഓക്സിജൻ കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലമല്ലേ ഇത്? ഒരു പോണ്ടാണ്. അപ്പോൾ വുമൻസ് ഡേ ആയിട്ട് ഞാൻ പറഞ്ഞു എന്താണെന്ന്. വുമൻസ് ഡേ എന്ന കോൺസെപ്റ്റിന് ഏട്ടൻ എന്താ പറയാനുള്ളത്? ഒരു ദിവസം മാത്രമല്ല സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഡേ ഒന്നുമല്ല, എന്നും സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഡേ ആണ്. അതുപോലെ നമ്മളുടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഒക്കെ കുറച്ചും കൂടി കൂടിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു കാര്യമാണ്. അല്ല, പണ്ട് അമ്മയും ചേച്ചിയും ഒക്കെ ഏട്ടൻ ആസ് വുമൻസ് ഡേ എന്താണ് ചെയ്തിട്ടുള്ളത്? അതൊന്നും വുമൻസ് ഡേ എന്നാണെന്ന് കൂടി അറിയില്ലല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും എനിക്ക് തോന്നാറുള്ളത്. എല്ലാം ഓട്ടമാണ്. എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഭർത്താവാവട്ടെ, മക്കളാവട്ടെ, എല്ലാവർക്കും ഓരോരുടെ കാര്യങ്ങളുണ്ട്, ഫ്രണ്ട്സ്. അപ്പോൾ കുറച്ചൊക്കെ നമ്മളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് സന്തോഷം ഉണ്ടാവുക നമുക്കൊക്കെ. ഇത് നോക്ക്, ചളി സൂക്ഷിക്കണേ. ചളിയുണ്ട്. ഒരുപാട് കാലം നിന്നിട്ട് ഒരു മരം വീണ് കിടക്കണുണ്ടോ? അപ്പം അതൊരു ബ്രിഡ്ജായി മാറിയിരിക്കുകയാണ്. അങ്ങനെ മരത്തിൻ്റെ വീണ് കഴിഞ്ഞാൽ വൈറലാവും. ഇല്ല, ഞാൻ തലകുത്തി വീഴും. ഞാൻ എവിടെ പോകണോ അവിടെ എൻ്റെ കൂടെ വരില്ലേ ഏട്ടൻ? ഞാൻ പാതാളത്തിലേക്ക് പോയാലും വരില്ലേ? വരൂ. Mahabali. See, look at that duck.
നിൽക്കൂ. ഫോണൊക്കെ വീഴട്ടോ. മതി 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 മതി, അഭ്യാസം കാണിക്കണ്ട. അയ്യോ ഏട്ടാ, ഞാനിപ്പോൾ ഇവിടുന്ന് വീണ് പോയാൽ എന്താ ചെയ്യുക? എൻ്റെ കൂടെ ചാടുവോ? ചാടൊന്നുമില്ല, നിലത്ത് ഇറങ്ങി വന്നാ പോലെ. അയ്യോ അയ്യോ, ഏട്ടാ പിടിക്കൂലേ. ആ ഇപ്പോൾ ഓക്കെ. കാട്ടിൻ്റെ അകത്തുനിന്ന് കാണാൻ്റെ ഏട്ടൻ എന്താ ചെയ്യുക? ഒരു കുസൃതി ചോദ്യമാണ്, പറയൂ. ഇന്നത്തെ എന്താ കുസൃതി ഇല്ലത്? ഹൊററല്ല, ഹൊറർ അല്ല പറയൂ. ഞാൻ ഈ കാട്ടിനകത്തുനിന്ന് കാണാണ്ട് എന്താ ചെയ്യാ? കണ്ടുപിടിക്കും. ഈ കാട്ടിൽ ഏക്കർ കണക്കിനുള്ള കാടാണിത്. എന്താ ചെയ്യാ? ഞാൻ കുറെ നേരം നോക്കും. എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കും. എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ രണ്ടാമത്തെ ദിവസം വരും. ഹലോ ഗായ്സ്, ആ കാണുന്നത് ഭയങ്കര പഴയ ഒരു ട്രീയുടെ ബാക്കി ഭാഗമാണ്. ഇതുകൊണ്ടോ മനു? Really old tree. Very old. Let's see, there's something written. Let's see, how old is that? It's part of the historical. It's 600 years old. Oh, hollow tree is very fragile. Guys, this hollow tree is very fragile. Please admire it from the outside barrier. Okay. This tree escaped of Burnham beaches and is over 600 years old. Oh no. 600 years ago, who's taking? Come on. Let's go. Come on, let's go. Oh, How do you miss and be so cocky after that? Good. Damn, first time to do the skills. This guy is missing everything. very good. Oh, that's nice. Thank you, thank you. ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? അതായത് ഒരു വീട്ടിലൊരാൾക്ക് കുളിക്കണം, പക്ഷെ ആ വീട്ടിൽ കുളിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അവിടെ ആകെയുള്ളത് ഉപ്പും പായസമാണ്. ഉപ്പും പായസം? ആ, അപ്പോൾ അയാൾ എങ്ങനെ കുളിക്കും? ഉപ്പ് പായസത്തിൽ ഇട്ടിട്ട് പായസം അപ്പം കേടാവുമ്പം അതിനിങ്ങനെ പത വരും, ആ പത കൊണ്ട് കുളിക്കും. പക്ഷെ ഏട്ടൻ ആക്ച്വലി ക്ലോസ് ആണ്. ഉപ്പ് പായസത്തിലിടുമ്പം അത് ഉപ്പും പായസം കൊണ്ട് മിക്സ് ആകുമ്പോൾ എന്താവും? ഉപ്പ് പായസം പായസം പായസപ്പ് അല്ല, പയറു എന്താണ്? സുല്ലാണോ? സുല്ല. പായസത്തിൽ ഉപ്പിടുമ്പം പായസം കുളാവും. അപ്പം ആ കുളത്തിൽ ചാടി കുളിക്കാം. ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതാക്കണം. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് കുറേ നടന്ന ശേഷം സൈക്കിളൊക്കെ ഓടിച്ച് വന്ന ആൾക്കാർക്ക് ഒരു ചെറിയ കോഫി, ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ചെറിയൊരു കോഫി ഷോപ്പ്.
ഇരുന്നുകൊണ്ടാണ് ഇന്ത്യ ജയിച്ചത് എന്നാണ് എൻ്റെ ഒരു നമ്മളെ വിശ്വാസം. കളി ജയിപ്പിച്ചിരിക്കുകയാണ്. സൂപ്പർ കളിയായിരുന്നു. That is the happiness. എവിടെ സഞ്ജു സാംസൺ എവിടെ? എവിടെ? അത് അവിടെ ഉണ്ടല്ലോ നാലാമത്. Well-deserving champions, and this stadium is probably about 2/3 full, but that still means. ഹാർദിക് പാണ്ഡ്യ കൊടുക്കണില്ല. ഹാർദിക് പാണ്ഡ്യ കൊടുക്കണില്ല. കയ്യിൽ വെച്ച് നടക്കുകയാണ്.